ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീറ്റേഡ. ഇൻട്രാഡേ ട്രേഡിംഗ് മാത്രമല്ല, സ്വിംഗ് ട്രേഡിംഗ്, സ്കാൽപ്പിംഗ് നമ്മുടെ സോഫ്റ്റ്വെയർ മീറ്ററിൽ സപ്പോർട്ടഡ് ആണ്. അത് മാത്രമല്ല, നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട്, കറക്റ്റ് എൻട്രി, എക്സിറ്റ്, റിവേഴ്സൽ ഇതൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിന് 8 സ്ട്രാറ്റജികളുണ്ട്, 2 സ്കാനറുണ്ട്. 2009 സ്റ്റാർട്ട് ചെയ്ത മീറ്ററുടെ ഫസ്റ്റ് തുടങ്ങി ലേറ്റസ്റ്റ് വേർഷൻ 8.1 വരെ. ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള അപ് ഡൗൺസുകൾ നമുക്ക് ഫ്രഷേഴ്സിനൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മൊമെന്റുകൾ നമുക്ക് ഒരുപാട് അവോയ്ഡ് ചെയ്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ബ്രേക്ക് ഔട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, എക്സാമ്പിൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി, അതേപോലെ നമുക്ക് സ്റ്റോക്ക് മിക്കതും മാർക്കറ്റ് മോർണിംഗ് തന്നെ ഡൗൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ചെറുതായിട്ടൊരു ഹൈക്ക് കയറി. പക്ഷെ ഒരു ഹൈക്ക് എന്ന് പറഞ്ഞാൽ ബൈ ട്രേഡിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു സ്ട്രോങ്, അതായത് നമുക്ക് നല്ലൊരു ബൈ എന്ന് പറയാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ മാർക്കറ്റ് തിരിച്ചിറങ്ങുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് അവിടെ കറക്റ്റ് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ബൈ അവിടെ പറഞ്ഞിട്ടുമില്ല, എന്നാൽ നമുക്ക് ബൈയിൽ സ്കാൽപ്പിംഗ് പ്രോഫിറ്റും കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് നമുക്ക് ഏതിട്ട് മാർക്കറ്റിലൂടെ നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും നമ്മുടെ സോഫ്റ്റ്വെയറിൽ. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഇതേപോലെ ലൈവ് മാർക്കറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ട്, വിളിച്ചാൽ മതി. ഇപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണ് അരവിന്ദ്. ഡെയിലി നോക്കുന്ന പറ്റുന്ന സ്റ്റോക്കാണ് ഇൻട്രാഡേക്ക് പോർഷൻ അരവിന്ദ്. അപ്പോൾ ഇതിൽ നല്ലൊരു സെൽ ട്രേഡ് ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വീക്കിലി പെർഫോമൻസ് നല്ലൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇന്നലെയും ഉണ്ടായിരുന്നു, അതിന് മുമ്പും ഉണ്ടായിരുന്നു, അതിന് മുമ്പായി. ഇതിൽ വീക്കിലി നോക്കുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് വരുന്ന സ്റ്റോക്കാണ്. മിക്കവാറും നമുക്ക് ട്രേഡുകൾ കിട്ടാം. ഇൻട്രാഡേ ആണെങ്കിലും നമുക്ക് പൊസിഷനിങ് ആണെങ്കിലും നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടുന്ന സ്റ്റോക്കാണിത്. അതേപോലെ തന്നെ നമുക്ക് ഈ യു പി എല്ലിൽ നമുക്ക് ഡെയിലി മിക്കവാറും പെർഫോമൻസ് വരാറുണ്ട്. അപ്പോൾ ഇന്നും ബൈ കയറിയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു, ഇതിന് മുമ്പ് നമുക്ക് ഇതേപോലെ ഡെയിലി മിക്കവാറും പെർഫോമൻസ് വരുന്ന സ്റ്റോക്കാണ്. ഇത് കണ്ടില്ലേ, പിന്നെ പെർഫോമൻസ് നോക്കിയാൽ നമുക്ക് മോർണിംഗിൽ അല്ലെങ്കിൽ ക്ലോസിംഗ് ലെവലിൽ കിട്ടിയിട്ടുണ്ട് ഡെയിലി പെർഫോമൻസ്. പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ നിന്ന് പെർഫോമൻസ് വരും. ഇതിന് ഡെയിലി നോക്കാൻ പറ്റുന്ന സ്റ്റോക്കാണ് ഈ UPL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ പിന്നെ അഡാനിയുടെ മിക്കതും നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകും, നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ ട്രേഡ് എടുക്കാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിന് സ്കാനറും കൂടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ട്രെൻഡ് തിരിച്ചറിയാം. സ്കാനർ പറഞ്ഞാൽ ഇപ്പോൾ ഇതേപോലത്തെ പെർഫോമൻസ് ഉള്ള സ്റ്റോക്കുകൾ ഈ സ്കാനർ വഴി നമുക്ക് കറക്റ്റായിട്ട് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് നല്ല ട്രേഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് 3 ഗ്രീനും അതേപോലെ നമുക്ക് ട്രെൻഡ് നമുക്ക് മാർക്കറ്റ് ലൈവിൽ നടക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് നമുക്ക് പെർഫോമൻസ് അവിടെ കാണിച്ചു തരും. ഇതിനകത്തിപ്പം ക്രൂഡ് ഓയിൽ നമുക്ക് 3 ഗ്രീൻ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നല്ലൊരു ബൈ ട്രേഡ് ആണ്. ക്രൂഡ് ഓയിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും, ചിലപ്പം നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് നടക്കുന്നുണ്ട്. ഇപ്പം ഇത് കണ്ടില്ലേ, ഒറ്റ ഹൈക്കാണ്, 123 പോയിന്റോളം കയറിപ്പോയി. റെസിസ്റ്റൻസ് അടിച്ചടിച്ച് 2-3 പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഇപ്പം റീ എൻട്രി വന്നിട്ടുണ്ട്. ഇതേപോലത്തെ ബ്രേക്ക് ഔട്ടിൽ കറക്റ്റായിട്ട് ആ സ്കാനർ വഴി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സ്കാനറിലൂടെ നമുക്ക് കറക്റ്റ് ബ്രേക്ക് ഔട്ട് അറിഞ്ഞ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സിമ്പിളാണ് ചൂസ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സെല്ല് വന്നാൽ ഒരു ബൈ വന്നാൽ, ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ട്രേഡ് നോക്കിയാൽ 3 സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കൊരു ബൈ, വലുതായിട്ടൊരു ബൈ കയറിയിട്ടില്ല. കൺഫർമേഷൻ വന്നോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്താ ഹൈക്കിൽ കയറിയിട്ട് ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ അതൊരു ട്രേഡ് അല്ല. അവിടുന്ന് അടുത്ത ക്യാൻഡിൽ വെള്ളം തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രേഡ് അവിടെ എടുക്കാൻ പറ്റിയില്ല. എന്നാൽ ഈ സ്കാൽപ്പിങ്ങിൽ 1 മിനിറ്റിൽ ട്രേഡ് പിടിച്ചിട്ടുണ്ട് താനും ഇതിൽ. ഓക്കെ, ഇപ്പോൾ സിമ്പിളാണ് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ റെഡ് വന്നാൽ താഴെ റെഡ് വരണം, കൺഫർമേഷൻ ബാർ ക്യാൻഡിൽ കളറും. ഈ റെഡ് ഇതാണ് സെൽ സിഗ്നൽ, ഇപ്പോൾ ഇതാണ് ബൈ സിഗ്നൽ. ഈ ലേറ്റസ്റ്റ് സിഗ്നൽ ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന 11:45 ഇതിന്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. കൺഫേം ആയി ബ്രേക്ക് ഔട്ട് പോയി 3 ടാർഗറ്റ് അടിച്ച് 320 പോയിന്റോളം ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ബൈ ഇന്ന് 3 ട്രേഡും കിട്ടിയിട്ടുണ്ട്. 2 ട്രേഡ് നമുക്ക് സെല്ലും കിട്ടി, ഒരു സ്കാൽപ്പിംഗ് പിടിച്ചു. സ്കാൽപ്പിംഗിൽ നമുക്ക് മിനിറ്റ് വൈസ് ചാർട്ട് വെച്ച് നമുക്ക് ട്രേഡ് എടുക്കുകയും ചെയ്തു. M1 വെച്ചിട്ട് അവിടെ ഒരു ബൈ ട്രേഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടോ, മോർണിംഗിൽ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം പിന്നെ ഈ ഒരു ബൈ ട്രേഡ് ഈ റെസിസ്റ്റൻസ് കട്ടിന് ശേഷം ചെറിയൊരു ഹൈക്ക് അടിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് സ്കാൽപ്പ് അടിച്ച് എക്സിറ്റ് ചെയ്യായിരുന്നു. സ്കാൽപ്പിങ്ങിനുള്ള ഒരു പോർഷൻ കിട്ടും. പക്ഷെ ഇൻട്രാഡേ കൺഫേം തരാതിരിക്കുന്ന അവിടെ ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ഇല്ല. അപ്പൊ അവിടെ നിന്ന് ഒരു ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സൽ തരുന്നതുകൊണ്ടാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കാണിക്കും. കൺഫർമേഷൻ പെട്ടെന്ന് വന്നാൽ നമുക്ക് നല്ല ബ്രേക്ക് ഔട്ട് ആയിരിക്കും. കൺഫർമേഷൻ ഡിലേ ആയി കഴിഞ്ഞാൽ സ്ട്രോങ് ആയിരിക്കില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ കറക്റ്റ് നമുക്ക് മാറ്റി കാണിച്ചു തരും. അപ്പൊ അത് നമുക്ക് ചെറുതായിട്ട് ചെറിയ പോയിന്റിൽ എക്സിറ്റ് അടിക്കണം, കുറച്ചുകൂടി ലോങ് നോക്കണമെന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് ചൂസ് ചെയ്യാനുള്ള കാര്യമുള്ളൂ. നമുക്കൊരു സിഗ്നൽ വന്നാൽ കൺഫേം ആണോ നോക്കി ചെക്ക് ചെയ്യുക. ഇപ്പോൾ HCL ടെക്കിൻ്റെ നോക്കുകയാണെങ്കിൽ
രാവിലെ തന്നെ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം നമുക്ക് റെസിസ്റ്റൻസ് അടിച്ച് കൺഫേം ആയി ബ്രേക്ക്ഔട്ട് നല്ല ഹൈക്ക് അടിച്ചിട്ടുണ്ട്. ഫുള്ള് ബൈ ആയിരുന്നു, 53 പോയിന്റിൽ കയറി നിൽക്കുന്ന സ്റ്റോക്കാണിത്. പിന്നെ ഇൻട്രാഡേക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടി. ഇതേപോലെ പെർഫോമൻസ് പൊസിഷനിങ് ആണെങ്കിൽ നമ്മൾ 1 അവർ വെച്ച് വെച്ചാൽ മതി. 1 അവറിൽ 30 മിനിറ്റ്സ് ഒരാഴ്ചത്തേക്ക് 1 വീക്കിൽ ഹോൾഡ് ചെയ്യും. ഇതിൽ ബൈ ഇപ്പം പോയിട്ടുണ്ട്, ഇനി മുമ്പും ഇതിന് പെർഫോമൻസ് വന്നിട്ടുണ്ട്. അതേപോലെ യു പി എൽ നമുക്ക് സ്വിങ്ങിനൊക്കെ വെക്കാവുന്ന സ്റ്റോക്കാണ്. യു പി എല്ലിൽ ബൈയും സെല്ലിനും നമുക്ക് നല്ല രീതിയിൽ പോകുന്ന സ്റ്റോക്ക് തന്നെയാണ് യു പി എൽ. ഇതിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഡൗൺ ആയിരുന്നു. ഈ മാസം നല്ലൊരു അപ്പ് കയറിയിട്ടുണ്ട്. 2-ാം തീയതി തുടങ്ങി നമുക്കൊരു അപ്പ് കയറിയാണ്. 38 പോയിന്റോളം കയറി നിൽക്കുന്ന സ്റ്റോക്കാണ് യു പി എൽ. നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മുടെ സോഫ്റ്റിൽ കറക്റ്റ് ഇൻഡിക്കേഷൻ തരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. കണ്ടിന്യൂഷൻ മാർക്കിൽ റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കിയിട്ട് എടുക്കാം. തിരിഞ്ഞ് റിവേഴ്സിൽ പോവുകയാണെങ്കിൽ കൺഫേം കാണിക്കുകയില്ല. ഇപ്പോൾ ഇതുപോലെ ഇന്ന് അഡാനിയുടെ കണ്ടില്ലേ, ഇവിടെ ഒരു ഹൈക്ക് അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലൊരു സ്ട്രോങ് ബ്രേക്ക്ഔട്ട് തരാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നല്ലൊരു ബൈ ഇല്ല. പക്ഷെ നമുക്കത് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. സ്കാൽപ്പിങ്ങിൽ അടിക്കാം. 1 മിനിറ്റിൽ ചെറിയ പോർഷൻസിലൊക്കെ നമുക്ക് അടിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ സിഗ്നൽ കൺഫേം ആയി ബ്രേക്ക്ഔട്ട് ചെറിയ രീതിയിൽ പോയിട്ടുമുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്ന് നമ്മുടെ സോഫ്റ്റ്വെയർ കാണിക്കുകയും ചെയ്യും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.